സത്യത്തിൽ ഇതൊരു പാഷൻ തന്നെ ഉണ്ട്. എന്ത് പ്രശ്നം ഉണ്ടായാലും ഇട്ടെറിഞ്ഞിച്ച് പോകാൻ സിനിമയുടെ പ്രൊഡക്ഷനിൽ ഒന്നും പറ്റുന്നില്ല. അതൊരു ഫാക്റ്റ്. നമ്മുടെ ഒരു എന്താ പറയുന്ന ഒരു നല്ല പടം എടുക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തകളും ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഒരു പടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വേറൊരു പടം അല്ല ഒരു വർഷത്തിനാകുമ്പോൾ വേറൊരു പടം അങ്ങനെയൊന്നുമില്ല. ഒത്തുവന്നെന്ന് എനിക്ക് തോന്നിച്ചാൽ മാത്രമേ ഒരു പടത്തിലേക്ക് ഇറങ്ങുന്നുള്ളൂ. പ്രത്യേകിച്ചും കഥയില്ല, സ്റ്റോറി ഒരു മെയിൻ ഘടകമാണെന്ന് വിശ്വസിക്കുന്ന ഒരുവനാണ് ഞാൻ. അപ്പോൾ ഒരു നല്ല കഥ കിട്ടിയാൽ എന്നാൽ ഇതിനെ ഒന്ന് നോക്കാമല്ലോ എന്ന് തോന്നുന്ന അങ്ങ് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2 വർഷം 3 വർഷം കഴിയും. അതാണ് എൻ്റെ ഒരു അങ്ങനെയാണ് 40 വർഷത്തിന് ഞാൻ എൻ്റെ 21 22 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. ഇത്രയും കാലം നിന്ന ആളുകളും നിങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അല്ലേ? സിയാദൊക്കെ ഉണ്ട്, സിയാദുണ്ട്, സുരേഷ് ഉണ്ട്, പിന്നെ ഞാനുണ്ട്. പിന്നെ ഞങ്ങളെക്കാളും ഒരു 2-3 വർഷമെന്ന് തോന്നുന്നു മുമ്പ് വന്ന് നമ്മുടെ കാച്ചപ്പള്ളി, പുള്ളി അത് ഇന്നും പിടിക്കുന്നുണ്ട് സിനിമ. അന്നൊക്കെ ഇന്നസെൻ്റ് ചേട്ടനുമായിട്ട് പാർട്ണറായി നിൽക്കുമ്പോൾ ഞാനൊക്കെ അവരുടെ സിനിമ വരുമ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ എനിക്ക് ഭയങ്കര, അതായത് ഈ ഒരു പ്രൊഡ്യൂസറിൻ്റെ പേരിലൊരു പടം വരിക, അത് നമ്മൾ കാത്തിരിക്കുക. പണ്ട് കുഞ്ചാക്കോയുടെ ഒരു പടം വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുക, അല്ല നവോദയയുടെ പടം വരുമ്പോൾ നമ്മൾ കാത്തിരിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആകണമെന്ന് പണ്ട് മുതലേ ഉള്ളൊരു, അങ്ങനെയൊന്നും അല്ലെങ്കിലും നമ്മുടെ സിനിമ ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.